ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ ഷോപ്പിൽ അത്യാവശ്യം വർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടോ. കഴിഞ്ഞ ഓണത്തിനായിരുന്നു ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്രയോ വർക്ക് കൂടുതൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഓണത്തിന് ഓപ്പൺ ആക്കിയെങ്കിലും പിന്നെ കിട്ടിയിട്ടുള്ളത് ഫുള്ള് റീസ്റ്റിച്ചോ അല്ലെങ്കിൽ ഓൾട്രേഷനോ മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ വലിയ വർക്കുകളൊന്നും അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അൽഹംദുലില്ലാ ഇപ്പോൾ കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയത് ഇവിടെ ഇങ്ങനെ ആരും അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് കസ്റ്റമർ നമ്മളിവിടെ ഈ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് സ്ഥിരമായിട്ട് തയ്ക്കാൻ തരുന്ന കസ്റ്റമേഴ്സ് കുറേ ഉണ്ട്. 4 വർഷം മുമ്പ് ഞാൻ ഒരു ബുട്ടിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഏകദേശം ഒരു 5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഷോപ്പിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലിരുന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും കിട്ടുന്ന ഷേപ്പിങ്ങോ അല്ലെങ്കിൽ നൈറ്റ് റീസ്റ്റിച്ചോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു തൊഴിലറിഞ്ഞ് വെച്ചിട്ട് വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാനുള്ള മനസ്സ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഷോപ്പ് തുടങ്ങാലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നത്. സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങുമ്പം അതിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ മനസ്സിൻ്റെ ഒരു ധൈര്യം കൊണ്ട് മാത്രം തുടങ്ങി. ഇന്നത്തേക്ക് ഇപ്പോൾ ഒരു വർഷം തികയാണ്. ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട്. കൂടെ ഹെൽപ്പിന് ആളില്ലാത്തതുകൊണ്ട് വീട്ടിലത്തെ കാര്യം ഷോപ്പിലത്തെ കാര്യം എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഒരു ഷോപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈമിന് കയറി ഒരു ടൈമിന് നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കൊന്ന് നടത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ മാനസികമായിട്ട് തളർന്നിരിക്കുന്നൊരു സമയത്താണ് എൻ്റെ ഉമ്മാക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായത്. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം, അഡ്മിറ്റ് ആവണം. അതിൻ്റെ കൂടെ പെട്ടെന്നുണ്ടായിരുന്ന സർജറി. ഇതായിരുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനെ തളർത്തിയിട്ടുണ്ടായിരുന്ന കാര്യം. ഞങ്ങൾ മക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഞങ്ങളെല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ഉമ്മ. ഞങ്ങൾ സന്തോഷത്തിനായാലും സങ്കടത്തിനായാലും എല്ലാത്തിനും ഞങ്ങളെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ഞങ്ങളുമ്മ. ഉമ്മാൻ്റെ ഈ പ്രയാസം ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സർജറി കഴിഞ്ഞ് 2 മാസം ഉമ്മാനെ നല്ലപോലെ കെയർ ചെയ്യണമായിരുന്നു. അങ്ങനെ ഷോപ്പ് അടച്ചിട്ട് ഞാൻ 2 മാസം ഉമ്മാൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 2 മാസം കഴിഞ്ഞ് ഞാൻ ഷോപ്പ് തുറന്നു. എന്നാലും നമ്മളെ ആദ്യത്തെ കസ്റ്റമറൊക്കെ നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഇത്ത എന്നാ തുറക്കുക, തയ്ക്കാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കിങ്ങനെ ഹോസ്പിറ്റൽ കേസ് ആകുമ്പോൾ ഇന്നൊരു ദിവസം ഉറപ്പിച്ച് പറയാനും പറ്റില്ല. അങ്ങനെ വീണ്ടും ഷോപ്പ് ഓപ്പൺ ചെയ്ത് വർക്കുകൾ കിട്ടാൻ തുടങ്ങി. ഇന്നത്തെ കഥ പറച്ചിൽ ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാഡഡ് പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കേട്ടോ, ഇന്ന് കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ കൂടെ എനിക്ക് മീഷോന്ന് ഒരു ചെരുപ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പാണ്. 210